Hi my dear students, once again welcome back to Principle of Mathematical Induction. നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. അതിൽ രണ്ടാമത്തെ ടൈപ്പ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ ഒരു പർട്ടിക്കുലർ നമ്പർ അങ്ങനെ വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അതേമാതിരി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Using MI, prove that 41 raised to n minus 14 raised to n is a multiple of 27. ഇത് മൾട്ടിപ്പിൾ എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഡിവിസിബിൾ ബൈ ആണെങ്കിലാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് മാറ്റാറുള്ളത്. ഇതിപ്പോൾ നേരെ അങ്ങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ മെത്തേഡ് സെയിം ആണ്. ലെറ്റ് പി എൻ സച്ച് ദാറ്റ് 41 raised to n minus 14 raised to n is a multiple of 27. ഇനി നമുക്ക് P1 എന്ന് പ്രൂവ് ചെയ്യണം. P1 എടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് 41 raised to n മൈനസ് 14 raised to n. സോറി, n എന്ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എന്നിന് പകരം നമ്മൾ 1 കൊടുക്കണം. അപ്പോൾ നമുക്ക് 41 raised to 1 മൈനസ് 14 raised to 1 എന്ന് കൊടുക്കാം. Okay, that's equal to what? 41 minus 14. That's nothing but 27. അല്ലേ? അപ്പോൾ it's a multiple of 27 ആ. So P1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? So that implies P1 is true. P1 is true. Okay. ഇനി നമ്മൾ എന്ത് ചെയ്യും? Assume ചെയ്യും. Now assume PK is true. Assume PK is true. അപ്പോൾ നമുക്ക് പി കെ എന്ന് എഴുതാം. ഇവിടെ എന്നുള്ളിടത്തെല്ലാം കെ കൊടുത്താൽ മതിയല്ലോ. സോ പി കെ ഈസ് ഈക്വൽ ടു 41 raised to k minus 14 raised to k ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി കെ സച്ച് ദാറ്റ് എന്ന് എഴുതിയാൽ മതി. പി കെ സച്ച് ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. റൈറ്റ്? യാ, that implies 41 raised to k minus 14 raised to k is equal to 27 m എന്ന് എഴുതാം. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ എഴുതിയിരുന്നത്. കാരണം ഈസ് എ മൾട്ടിപ്പിൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ടൈം മാത്രം ഇവിടെ നിർത്താം. 41 raised to k is equal to 27 m plus 14 raised to k. 14 raised to k അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇനിയുള്ള മുമ്പോട്ടുള്ള സിംപ്ലിഫിക്കേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ടൈമിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ മക്കളെ? Now we want to prove that the result is true for pk plus 1. We have to prove that pk plus 1 is true. Pk plus 1 is true. അപ്പോൾ അതിൻ്റെ പി കെ പ്ലസ് വണ്ണിൻ്റെ എൽ എച്ച് എസ് നമുക്കൊന്ന് എടുക്കാം. എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കുമല്ലോ? 41 raised to k plus 1 മൈനസ് 14 raised to k plus 1. We have to prove that this is a multiple of 27 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് സിംപ്ലിഫൈ നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു ഈ 41 raised to k plus 1നെ 41 raised to k into 41 എന്ന് എഴുതാം. മൈനസ് ഇതിനെയും അതുപോലെ തന്നെ എഴുതാം 14 raised to k into 14. ബിക്കോസ് നമുക്കറിയാം a raised to m into a raised to n is a raised to m plus n. So 41 raised to k into 41 is 41 raised to k plus 1. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 14 raised to k into 14 raised to 1 is 14 raised to k plus 1 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 41 raised to k ക്ക് പകരം 27m plus 14 raised to k into 41 minus 14 into 14 raised to k. ഓക്കെ, സോ ബ്രാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനെ ഇങ്ങനെ ഓരോന്നുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 27m into 41 plus 41 into 14 raised to k. ഓക്കെ, മൈനസ് 14 into 14 raised to k. Right? Okay, so it's equal to 27m into 41
ഇതിനകത്ത് രണ്ടിനകത്തൊരു 14k കോമൺ ഉണ്ട്. അത് നമുക്ക് പുറത്തെടുക്കാം. 14k ഇൻറ്റു 41 മൈനസ് 14. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 27m ഇൻറ്റു 41 പ്ലസ് 14k ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ 41 മൈനസ് 14 എന്ന് പറഞ്ഞാൽ 27 ആണ്. ഇനി രണ്ടിലേക്ക് നോക്കിയാൽ 27 കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. സോ 27 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു പിന്നെ ഇവിടെ 41m ഉണ്ട് പ്ലസ് ഇവിടെ 14k ആണ് അല്ലേ, വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വാട്ട്? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് വാട്ട്? 27. കാരണം 27 into something is nothing but a multiple of 27. Is a multiple of 27. അപ്പോൾ എന്തായി? Therefore pk plus 1 is true. നമുക്കതായിരുന്നു പ്രൂവ് ചെയ്യണ്ടേ. ഓക്കെ, hence by the principle of, ഇത് നമ്മുടെ കോമൺ കൺക്ലൂഷൻ ആണ്. hence by the principle of mi, the result is true for all natural numbers. True for all natural numbers. Okay, ഇത് നമ്മുടെ കോമൺ കൺക്ലൂഷൻ ആണ്. എല്ലായിടത്തും നമ്മൾ എഴുതുന്നത് തന്നെയാണല്ലോ. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എളുപ്പമല്ലേ? യെസ്. Here is the next question. Using mi, prove that n into n plus 1 into n plus 5 is a multiple of 3. നമ്മുടെ മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനെ ആസ് യൂഷ്വൽ നമുക്ക് എഴുതാം. ലെറ്റ് പി എൻ സച്ച് ദാറ്റ് n into n plus 1 into n plus 5 is a multiple of 5. Is a multiple of 3. Multiple of 3. Okay. അപ്പോൾ നമ്മൾ അതിന് P1 നോക്കണം. Now P1. അപ്പോൾ അതിൻ്റെ LHS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n into n plus 1 into n plus 5 ആണ്. അപ്പോൾ നമ്മൾ n ഉള്ളിടത്ത് നമ്മൾ 1 കൊടുക്കണം അല്ലേ. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 1 into 1 plus 1 into 1 plus 5. That's equal to അല്ലേ, എന്നിന് 1 കൊടുത്തു, ഇവിടെ എല്ലായിടത്തും 1 കൊടുത്തു. സോ 1 into 2 into 6 clearly is a multiple of 3 അല്ലേ. കാരണം നമുക്കറിയാം 6 എന്ന് പറഞ്ഞാൽ തന്നെ 3 into 2 ആണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 3 ആയി. Therefore P1 is true. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി. ഇനി നമുക്ക് അസ്യൂം ചെയ്യാം പി കെ അല്ലേ. അസ്യൂം പി കെ ഇസ് ട്രൂ. ഓക്കെ, that is pk such that k into k plus 1 into k plus 5 is a multiple of 3. ഓക്കെ, സോ നമുക്ക് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. കാരണം ഇനി നമുക്കത് ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് കെ ഇൻറ്റു കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ കെ സ്ക്വയർ പ്ലസ് കെ എന്ന് വരും ഇൻറ്റു കെ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 3m എന്ന് എഴുതാം അല്ലേ. ഇത്രയും കൂടെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇതിന് ഇങ്ങനെ ഓരോന്ന് കൊണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണോ, ഇങ്ങനെ, പിന്നെ ഇതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം ഇത്. അപ്പോൾ നമുക്ക് കെ സ്ക്വയർ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ കെ ക്യൂബായി പ്ലസ് 5k സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഒരുമിച്ച് എഴുതാം. 6k സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് 5k എന്ന് വരും. എന്നോട് പറയാം കെ ഇൻറ്റു കെ സ്ക്വയർ കെ ക്യൂബായി, കെ ഇൻറ്റു കെ സ്ക്വയർ ആയി, പിന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആകും 5 ഇൻറ്റു കെ സ്ക്വയർ. ദാറ്റ് ഈസ് ആ 5k സ്ക്വയറും നമ്മുടെ ഈ കെ സ്ക്വയറും കൂടുമ്പോൾ 6k സ്ക്വയർ ആവും, പിന്നെ 5k ഈസ് ഈക്വൽ ടു 3m. സോ മൾട്ടിപ്പിൾ ഓഫ് 3. അതിൽ കെ ക്യൂ മാത്രം നമുക്ക് ഇവിടെ നിർത്താം. കെ ക്യൂബ് ഈസ് ഈക്വൽ ടു ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ 3m മൈനസ് 6k സ്ക്വയർ മൈനസ് 5k. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, now we have to prove that pk plus 1 is true. Now to prove that pk plus 1 is true. ഓക്കെ, അതിൽ പി കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ചൂസും നമുക്കൊന്ന് എടുക്കാം. പി കെ പ്ലസ് 1ൻ്റെ കെ ഉള്ളിടത്തെല്ലാം കെ പ്ലസ് 1 എടുക്കുക. കെ പ്ലസ് 1 ഇൻറ്റു കെ ഉള്ളിടത്തെല്ലാം കെ പ്ലസ് 1
അപ്പോൾ k plus 1 plus 5, റൈറ്റ്? ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഇത് k plus 1 ഇൻറ്റു k plus 2 ഇൻറ്റു അല്ല ഇത് k plus 6 എന്ന് വരും, റൈറ്റ്? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്. ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k സ്ക്വയർ പ്ലസ് k ഇൻറ്റു k സ്ക്വയർ പ്ലസ് 2k പ്ലസ് k, ദാറ്റ് ഈസ് 3k പ്ലസ് 2, ഓക്കെ, ഇൻറ്റു k പ്ലസ് 6. നമുക്കത് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. k ഇൻറ്റു k സ്ക്വയർ ഇൻറ്റു k ക്യൂബ് പ്ലസ് ഇത് 6k സ്ക്വയർ വരും, അടുത്തത് ഒരു 3k സ്ക്വയർ വരും, അപ്പോൾ 6 പ്ലസ് 3 9k സ്ക്വയർ. ഓക്കെ, നമ്മൾ ചെയ്തതാണ് k സ്ക്വയർ ഇൻറ്റു k, ദാറ്റ് ഈസ് k ക്യൂബ് പ്ലസ് 6k സ്ക്വയർ പ്ലസ് 3k സ്ക്വയർ. ഇനി നമുക്ക് 3k ഇൻറ്റു 6, ദാറ്റ് ഈസ് 18k എന്ന് വരും, പ്ലസ് 2k, ദാറ്റ് ഈസ് 20k. അവിടെ പറയാം 3k ഇൻറ്റു 6 18k പ്ലസ് 2 ഇൻറ്റു k 20k പ്ലസ് 2 ഇൻറ്റു 6 12, റൈറ്റ്? ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 1-നകത്ത് നിന്ന് k ക്യൂബിൻ്റെ വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് 3m മൈനസ് 6k സ്ക്വയർ മൈനസ് 5k ഇൻറ്റു ഇത് ബാക്കിയുള്ളത് ഇൻറ്റു അല്ല, അത് k ക്യൂബിന് മാത്രം വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് k ക്യൂബിൻ്റെ മാത്രം വാല്യൂ ആണ്. പ്ലസ് ഇത് 9k സ്ക്വയർ പ്ലസ് 20k പ്ലസ് 12, 3m അങ്ങനെ നിന്നോട്ടെ. ഇവിടെ മൈനസ് 6k സ്ക്വയർ ഉണ്ട്, പ്ലസ് 9k സ്ക്വയർ ഉണ്ട്, കൂട്ടുമ്പോൾ നമുക്ക് 3k സ്ക്വയർ ഉണ്ട്. ഇത് മൈനസ് 5k ഉണ്ട്, പ്ലസ് 20k ഉണ്ട്, അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് 15k എന്ന് വരും, പ്ലസ് 12. ഇതിനകത്ത് എല്ലാത്തിനകത്തും നമുക്കൊരു 3 പുറത്തെടുക്കാം അല്ലേ, എല്ലാത്തിനകത്തും ഉണ്ട്. സോ m പ്ലസ് k സ്ക്വയർ പ്ലസ് 5k പ്ലസ് 4. So that's a multiple of, is a multiple of what? Multiple of 3. കാരണം 3 into something is nothing but a multiple of 3 ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും pk plus 1 is true ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണല്ലോ. Therefore pk plus 1 is true. Hence by the principle of നമ്മുടെ common conclusion, principle of mi, the result is true for all natural numbers. Okay, അപ്പോൾ അതിൻ്റെ പ്രൂഫായി. മനസ്സിലായില്ലേ മക്കളെ? Here is the next question. Using mi, prove that x raised to 2n minus y raised to 2n is divisible by x plus 1. Method is the same, but the problem is different. Let Pn such that x raised to 2n minus y raised to 2n is divisible by x plus 1. As it is divisible by x plus 1, we have to, in order to deal in a very good manner, we have to convert that into multiple. Okay, so for that we can write it as, that is Pn such that x raised to 2n minus y raised to 2n is a multiple of x plus 1, right? Yes. Okay, now for that we can take P1. Now P1, now LHS, x raised to 2 minus y raised to 2 into 1, n is 1, so that is 1, that is x square minus y square. That is equal to നമുക്കറിയാം x plus y into x minus y എന്ന് എഴുതാം അല്ലേ, because we know the formula of x square minus y square is equal to x plus y into x minus y, and clearly it is a multiple of what? Multiple of x plus 1, which is a multiple of, because x plus y into something, so x plus y into something is nothing but a multiple of x plus y. So which is a multiple of x plus y? Which is a multiple of x plus y.
right? Okay, therefore what? Therefore P1 is true. Okay, now assume Pk is true. Assume Pk is true. Okay, that means what? Pk is true means that is x raised to 2k minus y raised to 2k. അതിന് നമുക്ക് പി കെ എന്ന് എഴുതിയേക്കാം. പി കെ സച്ച് ദാറ്റ് എക്സ് റൈസ് ടു 2k, നമ്മൾ പി എന്നിനകത്ത് എന്നുള്ളിടത്തെല്ലാം കെ കൊടുക്കുന്നു. എക്സ് റൈസ് ടു 2k മൈനസ് വൈ റൈസ് ടു 2k ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ, റൈറ്റ്? ഓക്കെ, അത് നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. ദറ്റ് ഈസ് എക്സ് റൈസ് ടു 2k മൈനസ് വൈ റൈസ് ടു 2k is equal to m into x plus y, മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ. അതിനെ നമുക്ക് അങ്ങനെ എഴുതാം. നമുക്ക് അതിനെ ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതാം. ദറ്റ് ഈസ് എക്സ് റൈസ് ടു 2k മാത്രം ഇവിടെ നിർത്തുന്നു, ആദ്യ ടൈം മാത്രമേ നമ്മൾ ഇവിടെ നിർത്തുന്നു. സോ m into x plus y പ്ലസ് വൈ റൈസ് ടു 2k. ഈ മൈനസ് വൈ റൈസ് ടു 2k നമ്മൾ ഇപ്പുറം സൈഡിലേക്ക് കൊണ്ടുവന്നു, അപ്പോൾ അത് പ്ലസ് ആവും. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, now we have to prove that pk plus 1 is true. We have to prove that pk plus 1 is true. Okay, now pk plus 1. X raised to 2 into k plus 1. Okay, that's equal to x raised to 2k plus 2 minus y raised to 2k plus 2. അല്ലേ, നമ്മൾ ഈ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ. ഇത് നമുക്ക് ഒന്നും കൂടെ എഴുതാം. ദറ്റ് ഈസ് എക്സ് റൈസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അല്ലേ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് എ റൈസ് ടു എം പ്ലസ് എൻ മൈനസ് ഇതുപോലെ തന്നെ ഇവിടെ എഴുതാം y raised to 2k ഇൻറ്റു വൈ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ആ എക്സ് റൈസ് ടു 2k പകരം ഈ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് വൈ റൈസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ റൈസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ. ഓക്കെ മക്കളെ, നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷൻ നമ്പർ 1 എക്സ് റൈസ് ടു 2k പകരം ആ വാല്യൂ ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ചേഞ്ചുകളൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ. നമ്മൾ ഇതുകൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ റൈസ് ടു 2k മൈനസ് വൈ റൈസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ. ഓക്കെ, so that is m into x plus y into x square. ഇവിടെ നമുക്കറിയാം y raised to 2k എന്നുള്ളത് രണ്ട് സ്ഥലത്തും രണ്ട് ടേമിലും ഉണ്ട്, അതുകൊണ്ട് നമുക്കത് പുറത്തെടുക്കാം, കോമൺ ആണ്. സോ y raised to 2k into x square. ഇവിടുന്ന് y raised to 2k പോന്നാൽ പിന്നെ x square ഉണ്ട്, ഇവിടുന്ന് y raised to 2k പോന്നാൽ പിന്നെ y square ഉണ്ട്. ഓക്കെ, ഇതിന് ഇത്രയും കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. m into x plus y into x square പ്ലസ് വൈ റൈസ് ടു 2k ഇൻറ്റു ഇതിനെ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാവുന്നതാണ് അല്ലേ. രണ്ടിലും കൂടെ നോക്കിയാൽ നമുക്ക് വീണ്ടും എക്സ് പ്ലസ് വൈ കോമൺ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും എക്സ് പ്ലസ് വൈ പുറത്തെടുക്കാം. എം ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ റൈസ് ടു 2k ഇൻറ്റു എക്സ് മൈനസ്. ക്ലിയർ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ ദിസ് ഈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സംതിങ് ആണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു സംതിങ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വാട്ട്? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ, വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ, which is a multiple of x plus y, right? Okay, അപ്പോൾ നമ്മുടെ pk plus 1 ട്രൂ ആയി.
അതായിരുന്നല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. therefore pk plus 1 is true. ഓക്കെ, ഇനി നമുക്ക് കൺക്ലൂഷൻ എഴുതാം. hence by the principle of mi, the result is true for all natural numbers. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ മെത്തേഡ് എല്ലാം സെയിം ആണ്, ഒരേ മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചില പർട്ടിക്കുലർ കേസിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. മെത്തേഡ് എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ സാധിക്കും. അത്തരത്തിലാണ് ഞാൻ ഈ പ്രോബ്ലം മൊത്തം നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഈ രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഷുവറായിട്ട് ചോദിക്കുന്ന എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ മക്കളെ, യെസ്. And there is another question, that is this one. Using mi, prove that ab all raised to n is equal to a raised to n into b raised to n. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്, എക്സ്പോണൻസിന്റെ ഒരു റിസൾട്ടാണ് ഇത്. നമുക്ക് ഇത് ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. ലെറ്റ് pn such that ab all raised to n is equal to a raised to n into b raised to n. അല്ലേ, നമുക്ക് P1 ഒന്ന് നോക്കാം. P1 is equal to, അതിനിപ്പോൾ LHS എടുക്കാം, is equal to AB all raised to 1 എന്ന് വരും അല്ലേ. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, A raised to 1 into B raised to 1 എന്ന് എഴുതാം. അപ്പം ആ ഫോമുലായി. therefore P1 is true. Okay, now assume PK is true. മെത്തേഡ് എല്ലാം സെയിം ആണ്. assume PK is true. That is what? AB all raised to k is equal to a raised to k into b raised to k. Okay, നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? pk plus 1. Now to prove that pk plus 1 is true. Okay, now pk plus 1 ന്റെ LHS എടുക്കാം. LHS എന്ന് പറയുമ്പോൾ എന്ത് വരും? AB all raised to k plus 1 എന്ന് എഴുതാം. റൈറ്റ്, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് AB all raised to k into AB എന്ന് എഴുതാമല്ലോ. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് ഇൻഡെക്സ് എക്സ്പോണൻസ് വെച്ച് പറയുമ്പോൾ a raised to m plus n എന്ന് പറഞ്ഞാൽ a raised to m into a raised to n ആണല്ലോ. ആ പ്രോപ്പർട്ടി വെച്ച് all raised to 1 എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ഇനി AB all raised to k എന്ന് പറഞ്ഞാൽ a raised to k into b raised to k ആണ് എന്ന് ഇക്വേഷൻ നമ്പർ 1 പറയുന്നുണ്ട്. ബൈ ഇക്വേഷൻ നമ്പർ 1 അത് നമുക്ക് AB അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇത് നമുക്ക് a raised to k into b raised to k into a into b എന്നാണ് അല്ലേ. ഇതിനെ ഞാൻ എങ്ങനെ, നമുക്കറിയാം ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് നമ്മൾ a ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും a ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏത് തമ്മിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം അല്ലേ. a ഇൻറ്റു ബി സി എന്നോ അല്ലെങ്കിൽ a ബി ഇൻറ്റു സി എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പം ഞാനതുകൊണ്ട് ഇവിടെ ഇത് തമ്മിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു a raised to k ഇൻറ്റു, ഇതിനെ വേണമെങ്കിൽ എനിക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടെ, അതായത് എ ബി ഇസ് ഈക്വൽ ടു ബി എ അല്ലേ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ a ഇൻറ്റു ബി റേസ് ടു കെ എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. കാരണം ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതി. കാരണം എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എ ബി എന്ന് പറഞ്ഞാലും ബി എ എന്ന് പറഞ്ഞാലും സെയിം ആണ്. 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും സെയിം ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ തിരിച്ചെഴുതിയത്. ഓക്കെ മക്കളെ, യെസ്, ദാറ്റ്സ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, എ റേസ് ടു കെ ഇൻറ്റു എ ഇൻറ്റു ബി റേസ് ടു കെ ഇൻറ്റു ബി. ഞാൻ ഇത് തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുന്നു, ഇത് തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുന്നു, അസോസിയേറ്റീവ് അല്ലേ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ദിസ് ഈസ് വാട്ട് എ റേസ് ടു കെ ഇൻറ്റു എ റേസ് ടു 1 ഈസ് എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1. കണ്ടോ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ, എ ബി ഓൾ റേസ് ടു കെ പ്ലസ് 1 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കിത് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം.
therefore pk plus 1 is true. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. എ ബി ഓൾ റൈസ് ടു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു അല്ലേ, നമ്മൾ റിസൾട്ട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ എ ബി ഓൾ റൈസ് ടു കെ ഇസ് ഈക്വൽ ടു എ റൈസ് ടു കെ ഇൻറ്റു ബി റൈസ് ടു കെ എന്നാണ് അല്ലേ. അപ്പോൾ എ ബി ഓൾ റൈസ് ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എ റൈസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റൈസ് ടു കെ പ്ലസ് 1 എന്നായിരുന്നു. എ റൈസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റൈസ് ടു കെ പ്ലസ് 1 അത് നമുക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പി കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പറയാം. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Therefore, by the principle of MI, the result is true for all natural numbers. The result is true for all natural numbers. Right? അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൂഫ് ആയി. അപ്പോൾ ഇത് ഏത് റിസൾട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഏത് റിസൾട്ട് അല്ല, എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് റിസൾട്ട് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള സാധനങ്ങൾ പഠിച്ചു. ഒന്ന് ഈക്വൽ ടു ഉള്ള ഫോർമുല ഉള്ള റിസൾട്ടുകൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് പഠിച്ചു. മറ്റൊന്ന് മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവിസിബിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. പക്ഷേ മെത്തേഡ് സെയിം ആണ്. ഇനി നമുക്ക് ഒരു ടൈപ്പ് സാധനം കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രോബ്ലംസ് വീണ്ടും ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവും. മെത്തേഡ് കിട്ടിയാൽ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്ററാണ്. എല്ലാ വർഷവും ഷുവറായിട്ട് ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ, ഗുഡ് ബൈ.